തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം പൂർത്തിയായി. സംസ്ഥാനത്തൊട്ടാകെ UDF സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതശല്യം ശക്തമാണ്. പാർട്ടി സീറ്റ് കിട്ടാത്തവർ KPCC ഓഫീസിൽ അടക്കമെത്തി പ്രതിഷേധമുയർത്തി. വിമതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർക്കെതിരെ അടക്കം വിമതർ രംഗത്തുണ്ട്. കോർപ്പറേഷനിലെ മുടവൻമുകൾ, പേരൂർക്കട, പൗണ്ടുകടവ്, വിഴിഞ്ഞം, മെഡിക്കൽ കോളേജ്, നാലാഞ്ചിറ, കുന്നുകുഴി എന്നിവിടങ്ങളിൽ വിമതർ മത്സരിക്കും. പട്ടത്തും കഴക്കൂട്ടത്തും UDF സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ വിമതന്മാരാണ്. വെള്ളനാട് ആമച്ചൽ ഡിവിഷനിൽ കോൺഗ്രസ് വിമതൻ ചിഹ്നം തട്ടിയെടുത്തു. DCC ഓഫീസിൽ നിന്നും മോഷ്ടിച്ച ലെറ്റർ പാഡ് വെച്ചാണ് പത്രിക നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 50-ാം ഡിവിഷനിൽ DCC അംഗം രമേശ് നമ്പിയത്ത് മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും. പയ്യോളി നഗരസഭയിൽ I ഗ്രൂപ്പ് വിമതരായ 11 പേർ പത്രിക പിൻവലിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ പട്ടത്താനം, കാവനാട്, ഭരണിക്കാവ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് വിമതന്മാർ രംഗത്തുണ്ട്. കണ്ണൂരിലും വിമതശല്യം ശക്തമാണ്. കോർപ്പറേഷനിൽ 9 വിമതന്മാർ രംഗത്തുണ്ട്. ഇരിക്കൂരിലും രാമന്തളിയിലും കോൺഗ്രസ് ലീഗ് സൗഹൃദ മത്സരം ഉറപ്പായി. തൃശൂർ കോർപ്പറേഷനിൽ 4 വിമതന്മാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പോരാടും. സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലും വിമതശല്യത്താലും സൗഹൃദ മത്സരത്താലും അസ്വസ്ഥമാണ് UDF ക്യാമ്പ്. അതിനിടെ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാകേഷിന് വേണ്ടി പ്രവർത്തകർ KPCC പ്രസിഡന്റ് ഓഫീസിനുള്ളിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു. മുക്കുന്നിമലയിലെ വിജിലൻസ് കേസിൽപ്പെട്ട ആളായതിനാലാണ് സീറ്റ് നൽകാത്തതെന്നാണ് KPCCയുടെ വിശദീകരണം. വിമതർക്കെതിരെ എത്രയും വേഗം നടപടി ആരംഭിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.